അങ്ങനെ രാവിലെ എണീറ്റതും നമ്മൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ. അടുത്ത അമ്പലം വിസിറ്റാണ്. അച്ഛൻ്റെ തൊഴുകുന്നു, ചന്ദ്രവലിച്ച് റെഡിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അമ്മയും റെഡിയാണ്. അങ്ങനെ സൂവിനെയും കൂടി നമ്മൾ 5 പേരും കൂടെ, 5 പേരല്ലേ, ഇതാണ് നമ്മുടെ മലമ്പുഴ. അറിയാത്തവർക്കാണ്. പിന്നെ മലമ്പുഴ സ്നേക്ക് പാർക്ക് പണ്ട് പോയൊരു ഓർമ്മയുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മലമ്പുഴ ഡാം കാണുന്നതാണ് മലമ്പുഴ ഡാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന മീനോംപാറയിലേക്കാണ്. പക്ഷെ ഒരു കാര്യം മറന്നു. ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പോകുന്നത് മീനോംപാറയിലേക്കാണ്. അതായത് ഒരു തമിഴ്നാട് സൈഡിലോട്ട് എത്തിക്കഴിഞ്ഞു ഏകദേശം. അപ്പം എനിക്ക് തോന്നുന്നു പാലക്കാട് ടൗണിൽ നിന്നൊക്കെ ഒരു മണിക്കൂറോ ഏകദേശം ഉണ്ടാവുള്ളൂ ആയിരിക്കും. അപ്പോൾ മീനോംപാറയത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ, അതായത് അച്ഛൻ വർക്ക് ചെയ്തത് അവിടുത്തെ ഷുഗർ ഫാക്ടറിയിലായിരുന്നു. അപ്പോൾ അച്ഛനും അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റർ എല്ലാവരും വളർന്നത് അവിടെയായിരുന്നു. അപ്പം അവർക്ക് മീനോംപാറയെക്കുറിച്ച് പറയാൻ എപ്പോഴും കുറേ കഥകളും കാര്യങ്ങളും ഉണ്ടാവും. ഒരു ഫാമിലി പോലെയാണ് അവരവിടെ വളർന്നത്. അപ്പം അവിടെ ഒരു അമ്പലമുണ്ട്, ഇവരുടെ തന്നെ ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അത് നടത്തുന്നത് ഇവരൊക്കെ തന്നെയാണ്. അപ്പം ഇപ്പം ആ ക്വാർട്ടേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളവിടെ കൊല്ലം പൂജയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള അവിടുത്തെ എല്ലാവരും ഇപ്പോഴും യുണൈറ്റഡ് ആണ്. എപ്പോഴും എല്ലാ പ്രോഗ്രാംസിനും വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോൾ അവിടെ പോവാറുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെയുള്ള യാത്ര. അതൊരു ഗണപതിയുടെ അമ്പലമാണ്. ഒരു കുഞ്ഞ് അമ്പലമാണ്, പക്ഷേ നല്ല രസമാണ് കാണാനും. അമ്മ എന്തിനാണ് ഈ ഷോളൊക്കെ പിടിച്ച് കെട്ടിയിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, അറിയൂല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോവുകയാണല്ലോ, അപ്പം നമുക്കെന്നാൽ പിന്നെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ എനിക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും കാണാമല്ലോ ഒന്ന്. പക്ഷേ പണിപ്പാളിപ്പോയി. കാരണം അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. ഏത് സിനിമയുടെ ഷൂട്ടിംഗ് എന്നല്ല, ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് ആട് 3യുടെ ഷൂട്ടിംഗ് ആണെന്നുള്ളത്. മഴ കാരണം അവർക്ക് പണി പൂർത്തീകരിക്കാനും പറ്റിയിട്ടില്ല, ഷൂട്ടിംഗ് തുടങ്ങാനും പറ്റിയിട്ടില്ല. അപ്പം ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ കുറച്ച് എവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല. ഒരു പഴയ 4 കെട്ട് പോലെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം നോക്കി വെച്ചു. കാരണം സിനിമ വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെയാണ് അതിലത്തെ സംഭവം എന്നുള്ളത്. അപ്പം ആ സൈഡിൽ ഇതൊരു സ്കൂളാണ്, അവിടെ തന്നെയുള്ളൊരു സ്കൂളൊക്കെയാണ്. അപ്പം നേരത്തെ ഞാൻ കാണിച്ച ഒരു സൈഡിൽ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്സൊക്കെ ആയിരുന്നു അവിടുത്തെ ഈ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒക്കെ കുറച്ചും കൂടി എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രേ പറ്റിയുള്ളൂ എനിക്ക്. ഞാൻ ചന്ദ്രലേച്ചെടുത്ത് വീഡിയോ നോക്കുന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഇതാണ് ആ അമ്പലം. പക്ഷേ ഇനിയിപ്പോൾ ഇത് അമ്പലം, എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി ആലിൻ്റെ അടിയിലൊക്കെ ഇരിക്കാനായിട്ട്. അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ അങ്ങനെ പാടില്ല എന്നുണ്ടായിരുന്നു എന്നുള്ളത് ഫോട്ടോ എടുത്ത് വന്ന് ഞാൻ അവിടെ ഇരിക്കുന്നൊരു സീനുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പണ്ട് എഴുതി വെച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാനിത് എൻ്റെ ഞാൻ എല്ലാ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു ഓർമ്മയ്ക്കാണ്. അല്ലാതെ ഇതൊരു ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇപ്പം അവിടെ ന്യൂസിലാൻഡിലാണെങ്കിലും അജു ചില സമയത്ത് പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണും. കാരണം ഇപ്പം ഞങ്ങളുടെ കൂടെ ഹരിയില്ല, ഹരി വേറെ ആണല്ലോ ഇപ്പം. അപ്പം നമ്മൾ മിസ് ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് കാണും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമല്ലേ ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ അവസാനം ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ എടുക്കൽ നിർത്തി. കാരണം കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുന്നാച്ചിയിലേക്കാണ് പോയത്, അതായത് ലക്ഷ്മി ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക്. ഈ വിശേഷം അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ വിശേഷമായിട്ടൊന്നുമില്ല, കാരണം ഇത് രണ്ടും ഏകദേശം ഒരേ റൂട്ടിലാണ്. പിന്നെ ലക്ഷ്മിയായിട്ട് ഞാൻ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് നമുക്ക് കാണാം. അപ്പോൾ ലക്ഷ്മിയെ പിക്കൊക്കെ ചെയ്തു. നമ്മൾ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള് ഭാരത് മാത. ഞാൻ 1st till 12th ഇവിടെ പഠിച്ചത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ലക്ഷ്മിയെ പിക്ക് ചെയ്തതിന് ശേഷം നേരെ അച്ഛന് ഡ്രസ്സ് എടുക്കാൻ പോയി എൻഗേജ്മെൻറ്റിന്. അപ്പോൾ അങ്ങനെ അച്ഛന് ഡ്രസ്സ് എടുത്തു. അതെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റായി. വേറൊന്നും ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ സൈസ് കറക്റ്റ് ആയില്ലാത്തത് കൊണ്ട് ഇതെടുത്തു. അത് കഴിഞ്ഞ് എൻ്റെയും ലക്ഷ്മിയുടെയും കൂടെയുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു. പ്ലസ് മേക്കപ്പ് ചെയ്യുന്ന ലക്ഷ്മിയുടെ ഫ്രണ്ടായിരുന്നു ആബിദ എന്ന് പറഞ്ഞിട്ട്, മേക്ക് ഓവർ ബൈ ആബിദ. അപ്പം ആബിദ ഒന്ന് കണ്ട് സംസാരിക്കണം
കാരണം ഫോണിൽ മാത്രമേ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ നേരെ പാലക്കാട് ഓർക്കിഡിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സീൻസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ലക്ഷ്മിയാണ് എൻ്റെ A to Z കാര്യങ്ങളെല്ലാം. ഞാനിങ്ങനെ മേക്കപ്പിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധ കാണിക്കാത്ത ഒരാളാണ്. അപ്പോൾ അവളാണ് ഇങ്ങനെ A to Z കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക പുതിയൊരു ലിപ് ബാം ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കൊള്ളാമെന്ന് ഞാൻ ലക്ഷ്മിയോട് പറയായിരുന്നു വാങ്ങായിരുന്നു എന്ന്. ഞങ്ങൾ പാർലറിൽ പോയി ആബിദയെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഐബ്രോസ് ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ചെയ്തിട്ട് തന്നെ 2 ഇയേഴ്സായി. അപ്പം ആബിദ പറഞ്ഞു അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ. അപ്പം ഞാനും ലക്ഷ്മിയും കൂടെ പോയി ചെയ്തു. അപ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഇടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പണ്ട് നല്ല രസമായിരുന്നു, ഇപ്പോൾ പോയപ്പോൾ കുറേ എന്താ പറയുക അത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും നമ്മൾ പോയി, ഫുഡെല്ലാം നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഓട്ടോയിൽ കയറി. ഓട്ടോയിലായിരുന്നു ഫുൾ യാത്രയല്ലോ നാട്ടിൽ ചെല്ലുമ്പോൾ. പിന്നെ ലക്ഷ്മിയെ ഇറക്കി വിട്ടു. അവളുടെ വീട്ടിലേക്കും പോയി. ഞാൻ തിരിച്ച് സായുജിയിലേക്കും പോകുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ ആബിദ മേക്കപ്പിൻ്റെ ഒരു ഡിസ്കഷനായിരുന്നു അന്ന് അവിടെ നടന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ എടുക്കായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ സിമ്പിൾ മേക്കപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടവരെല്ലാം എൻഗേജ്മെൻറ്റിന് പറഞ്ഞു ഭയങ്കര സിമ്പിളായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കുറേ മെസ്സേജസ് വന്നു ഡ്രസ്സിനെ കുറിച്ചും അതുപോലെ മേക്കപ്പ് ഭയങ്കര സിമ്പിളായിരുന്നു എന്നും പറഞ്ഞിട്ട്. കാരണം ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, സിമ്പിളായിട്ട് ചെയ്യാനാണല്ലോ. പക്ഷേ ഞാനും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ കൂടുതലൊന്നും ചെയ്തൊന്നുമില്ല, ഒന്നും എക്സ്ട്രാ സംഭവങ്ങളൊന്നും വെച്ചില്ല. അതൊക്കെ എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം അതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പം വെയിൽ കൊള്ളരുതെന്ന് എല്ലാവരും എന്നോട് തന്നെ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ ഫുൾ യാത്ര ഓട്ടോയിലാണ്. വണ്ടി എടുക്കാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ, കാരണം കോളേജിലൊക്കെ പോകുമ്പോഴൊക്കെ പോയതുകൊണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് പോകാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും അപ്പോൾ ഫുൾ ഓട്ടോയിലായിരുന്നു യാത്ര. അങ്ങനെ സായുജി എത്തി. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.